ഹലോ ഇവരിവിടെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ വിശദീകരിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കേരള നിയമസഭയും MLA-മാരുടെ ശമ്പളവും കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളും എന്ന ഒരു വിഷയമാണ്. ഇത് കേരളത്തിലെ ജനത മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾക്കും മറുപടികളും പ്രതീക്ഷിച്ചുകൊണ്ട് കേരള നിയമസഭയും തിരഞ്ഞെടുപ്പുകളും MLA-മാരുടെ ശമ്പളവും എന്ന ഈ വിഷയം നമ്മളിവിടെ അവതരിപ്പിക്കുകയാണ്. കേരള നിയമസഭയിലേക്കുള്ള അടുത്ത തിരഞ്ഞെടുപ്പ് 2026 നടക്കാൻ പോവുകയാണ്. 140 നിയമസഭാ മണ്ഡലങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഇതുവരെ കേരളത്തിൽ നടന്നിട്ടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ 15 വരാനിരിക്കുന്നത് 16ാമത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് സാർവത്രിക സമ്മതിദാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് നിയമസഭയിലെ അംഗങ്ങൾ. കൂടാതെ ഇന്ത്യൻ ഭരണഘടനയിലെ പ്രത്യേക വകുപ്പ് പ്രകാരം കേരളത്തിലെ ആംഗ്ലോ ഇന്ത്യൻ ജനതയ്ക്കിടയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു പ്രതിനിധിയും സഭയിൽ ഉണ്ടായിരുന്നതാണ്. 2020 ജനുവരിയിൽ 104-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിയമസഭകളിൽ ആംഗ്ലോ ഇന്ത്യൻ സംവരണം അവസാനിപ്പിച്ചിരിക്കുന്നു. നിയമസഭാ സാമാജികർ ചേർന്ന് തിരഞ്ഞെടുക്കുന്ന സ്പീക്കറാണ് സഭയുടെ അധ്യക്ഷനെന്നും സ്പീക്കറെ സഹായിക്കാൻ ഡെപ്യൂട്ടി സ്പീക്കറും സ്പീക്കറുടെ സഭാ നടപടികൾ നിർവഹിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ്. സാധാരണ നിലയിൽ സഭ സമ്മേളിക്കുന്ന ആദ്യ ദിനം മുതൽ 5 വർഷമാണ് നിയമസഭയുടെ കാലാവധി. എന്നാൽ പ്രത്യേക സാഹചര്യങ്ങൾ സഭ പിരിച്ചുവിടുവാൻ ഗവർണർക്ക് അധികാരമുണ്ടെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ നിയമസഭയുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥകളുണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ നിയമനിർമ്മാണമാണ് നിയമസഭാ അംഗങ്ങളുടെ പ്രധാന ചുമതല. സാങ്കേതിക അർത്ഥത്തിൽ നിയമസഭയ്ക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളെല്ലാം നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ജനപ്രതിനിധി സഭ എന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെ പൊതുകാര്യങ്ങളും ഇവിടെ ചർച്ചാ വിഷയമാകുന്നു. അംഗങ്ങൾ പാസ്സാക്കുന്ന നിയമങ്ങൾ ഗവർണർ അംഗീകരിച്ച് ഒപ്പുവെക്കുന്നവരുടെ ഔദ്യോഗികമാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ കേരളത്തിലെ നിയമങ്ങൾ ഈ MLA-മാർ രൂപീകരിച്ച് നൽകുന്നതാണോ അതോ ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ അവരുടെ താല്പര്യങ്ങൾ കുത്തിനിറച്ച് കേരള സമൂഹത്തിന് അടിച്ചേൽപ്പിക്കുന്നതാണോ എന്ന് പരിശോധിക്കുവാൻ വിവിധ കോടതി സംവിധാനങ്ങളും വിവിധ ട്രൈബ്യൂണലുകളും ഒക്കെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ അട്ടിമറിക്കുന്ന കാരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഭൂപരിഷ്കരണ നിയമം തൊട്ട് നിലവിലുള്ള നമ്മുടെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തുന്ന കാര്യത്തിൽ ഇവരെല്ലാവരും ഒറ്റക്കക്ഷികളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2018 ഇവരുടെ ശമ്പള പരിഷ്കരണ ബില്ല് പാസ്സാക്കുകയുണ്ടായി. ഇന്ന് അത് 1,50,000 രൂപ വാങ്ങിക്കുന്ന MLA-മാരാണ് നമ്മുടെ ഓരോ MLA-മാരും. ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ആ ശമ്പള പരിഷ്കരണ ബില്ല് പാസ്സാക്കുമ്പോൾ ഒരു ചർച്ചയോ ഒരു പ്രതിഷേധമോ ഒരു നിലപാടോ എടുക്കുവാൻ ഒരു പാർട്ടിയുടെ MLA-മാർക്കും കഴിഞ്ഞില്ല എന്നുള്ളത്. ഐക്യകണ്ഠേന ആ ബില്ല് പാസ്സാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവർ വാങ്ങിക്കുന്ന ശമ്പളത്തിന് നമ്മൾ നൽകുന്ന തുക ഇവർ വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾ വിലയിരുത്തണം. കേരളത്തിൽ ആദ്യ നിയമസഭ വരുന്ന 1957-59 കാലഘട്ടം EMS നമ്പൂതിരിപ്പാടിൻ്റെ ആദ്യം സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതോടെ 1956 നവംബർ 1 തിരുക്കൊച്ചി മലബാർ എന്നിവ സംയോജിപ്പിച്ച് കേരള സംസ്ഥാനം രൂപം കൊണ്ടു. സംസ്ഥാനത്ത് ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് 1957 ഫെബ്രുവരി 28 നടന്നു. 126 സീറ്റുകളിൽ കേവലം 11 പട്ടികജാതി വിഭാഗത്തിനും 1 പട്ടികവർഗത്തിനും ആയി സംവരണം ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ
1957 ഏപ്രിൽ 5 അധികാരത്തിൽ വന്നു. ഒന്നാം കേരള നിയമസഭയുടെ സ്പീക്കറായി ആർ ശങ്കരനാരായണൻ തമ്പിയും 1957 ഏപ്രിൽ 27 ചുമതലയേറ്റിരുന്നു. കേരളത്തിൽ വരാനിരിക്കുന്ന 16-ാം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. അരിയും തിന്ന് ആശാരിച്ചിനെയും കടിച്ചിട്ട് പിന്നെയും നായ്ക്ക് മുറുമുറുപ്പ് എന്ന് പറയുന്ന പോലെയാണ് കേരളത്തിൻ്റെ MLA-മാരുടെയും ചില സംവരണ വിരോധികളുടെയും മനോഭാവം. കേരളം രൂപീകരിച്ച് 68 കൊല്ലമായിട്ട് കേവലം 14 സീറ്റിനപ്പുറം സംവരണ സീറ്റിലേക്ക് പോകാതെ ഇപ്പോൾ നിലവിൽ 15-ാം മന്ത്രിസഭയിൽ പട്ടികജാതി മന്ത്രിയായിട്ടുള്ള ഏക വ്യക്തിയും നിലവിൽ 14 MLA-മാരും മാത്രവുമാണ്. ഇത്തരത്തിൽ 70,000 രൂപ ശമ്പളവും അലവൻസും എല്ലാം കൂടെ ഒരു MLA-ക്ക് കിട്ടുന്ന 1,50,000 രൂപ വാങ്ങിക്കുന്നവർ. ഈ സാഹചര്യം നമ്മൾ കടന്നു പോകേണ്ടത് ഇടൻ മേഖലകൾ നിയമിക്കുന്ന അധ്യാപകർക്ക് ഉള്ള ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്. അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളിൽ ഇത്തരം സംവരണ വിരോധികൾ സംവരണത്തിൻ്റെ എല്ലാ കെടുതികളും വരുത്തിക്കൊണ്ട് ശമ്പളവും പെൻഷനും ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ ദേവസ്വം ബോർഡ്, അങ്ങനെ ഏത് മേഖലകൾ, കേരളത്തിൻ്റെ ഉദ്യോഗ മേഖലകൾ ഏത് മേഖലകളും എടുത്താലും പിന്നോക്ക ജനത അല്ലെങ്കിൽ സംവരണം അനുഭവിക്കുന്ന ജനതയുടെ എല്ലാ അവകാശങ്ങളും തട്ടിയെടുത്തതിന് ശേഷവും സംവരണ വിരോധം പറഞ്ഞുകൊണ്ട് ജാതി വിരോധം കാണിച്ചുകൊണ്ടും മറ്റ് നിലപാടെടുക്കുന്നത് ഇവിടെ കേരളം വീതം വെക്കുന്ന ഒരു 3 വിഭാഗങ്ങളാണ്. ചില കത്തോലിക്ക വിഭാഗങ്ങളും ചില മുസ്ലിം വിഭാഗങ്ങളും ചില സവർണ ഹിന്ദുക്കളുമാണ് ഇത്തരത്തിൽ ഈ കേരളം വീതം വയ്ക്കുന്നത്. കുറച്ച് നമ്മൾ ഇതിൻ്റെ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകും. ഈ 68 കൊല്ലം MLA-മാരായവർ വാങ്ങിക്കുന്ന ശമ്പളം പെൻഷനുമൊക്കെ അമിതമാണ്. കേവലം 2 കൊല്ലം ആകുമ്പോൾ തന്നെ അവർക്ക് 8,000 രൂപ പെൻഷൻ കിട്ടും. തുടർന്ന് അങ്ങോട്ട് പെൻഷൻ തുക ഓരോ 2 വർഷങ്ങളും 14,000-വും പിന്നെ 5 കൊല്ലം MLA ആയിക്കഴിഞ്ഞാൽ അവർക്ക് അതിനപ്പുറം MLA-മാരായവരുണ്ട്. ഇപ്പോൾ ധർമ്മടത്ത് പിണറായി വിജയൻ 40 കൊല്ലമായിട്ട് MLA ആണെന്ന് പറയുന്നു. അദ്ദേഹത്തിന് പെൻഷൻ കിട്ടാൻ പോകുന്നത് 1,00,000 രൂപയോളമാണ് പെൻഷൻ കിട്ടാൻ പോകുന്നത്. അങ്ങനെ അത്രയും പെൻഷനും ശമ്പളവും ഒക്കെ വാങ്ങിച്ചതിന് ശേഷവും നമ്മൾ നോക്കിയാൽ മാത്രം മതി. ഈ 68 കൊല്ലം ഈ കേരളത്തിൻ്റെ വിഭവങ്ങൾ അടിച്ചു മാറ്റുന്നതിൽ ഇവർക്ക് പങ്ക്, ഇവരുടെ സംവരണത്തിനെതിരായി നിൽക്കുന്ന ഇവരുടെ കാഴ്ചപ്പാട്, മുഖ്യമന്ത്രി നിയമസഭയുടെ അകത്ത് പോലും സംവരണത്തിന് എതിരാണെന്ന് പ്രഖ്യാപിക്കുന്ന ഇത് നിങ്ങൾ കണ്ടതാണ്. ഈ വരാൻ പോകുന്ന 16-ാം ലോകസഭ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഇവിടുത്തെ പിന്നോക്ക ജനത അല്ലെങ്കിൽ സംവരണം വാങ്ങിക്കുന്ന സമൂഹം ചിന്തിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടതെന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇത് നമ്മളുടെ ഈ കേരളം വീതം വെക്കുന്ന ഈ ഉദ്യോഗവും ഭൂമിയും നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിലുള്ള അധ്യാപക നിയമങ്ങളും ഒക്കെ ഇവർ ദുരുപയോഗം ചെയ്യുന്നതും ഒക്കെ കൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് നമുക്ക് നേരിടാനുള്ള ശക്തി വേണ്ടത് നമ്മുടെ നിയമസഭകളിൽ നമുക്ക് വേണ്ടി നിയമം രൂപീകരിക്കുന്നതിന് വേണ്ടി MLA-മാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം. അത് നിങ്ങളുടെ തലമുറകൾ പറഞ്ഞ് മനസ്സിലാക്കണം. പണ്ടത്തെ ഒരു അമ്പിളിമാമൻ, നിങ്ങളുടെ മക്കൾ അമ്പിളിമാമനെ കാണിച്ചിട്ട് അത് ചന്ദ്രനാണെന്ന് പറയുമ്പോൾ അത് ചന്ദ്രനല്ലടാ എന്ന് പറയുമ്പോൾ, മറ്റു സമൂഹങ്ങൾ വന്ന് പറയുമ്പോൾ അത് ചന്ദ്രനാണെന്ന് നിങ്ങൾ പറയുന്ന ആ ഒരു പ്രവണത നിങ്ങളുടെ പഴയ തലമുറകൾക്കുണ്ട്. അത് നമ്മുടെ തദ്ദേശീയരായ ജനത എല്ലാം കലർപ്പിലായി ഉണ്ടായ ഒരു സമൂഹമാണ് എന്ന് വിശ്വസിക്കേണ്ട സാഹചര്യമാണ് ഈ ചേരമർ രാജ്യം അല്ലെങ്കിൽ ചേര രാജാക്കന്മാർ ഭരിച്ചിരുന്ന കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ചേരമർ രാജാക്കന്മാർ അവരുടെ തെറ്റായ ചിന്തകൾ മൂലം പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന സമൂഹങ്ങൾ, ഇടകലർന്നുണ്ടായ ഒരു സമൂഹം, ഇവിടുത്തെ തദ്ദേശീയരായ ജനതകളുടെ സ്വത്തുകൾ, ഇപ്പോൾ ആദിവാസി മേഖലകളിലായിക്കോട്ടെ, പട്ടികവർഗ കോളനികളായിക്കോട്ടെ, 50 ലക്ഷം രൂപ, 1/2 കോടി രൂപ ചെലവഴിക്കാൻ ഒരു MLA-ക്ക് കഴിയും. ഇവിടെ എത്ര MLA-മാർ ആ തുക ചെലവഴിച്ചുകൊണ്ട് വിവരാവകാശ പ്രകാരം നമ്മളെടുത്ത റിപ്പോർട്ടുകളുണ്ട്.
ഒരു എം എൽ എമാർക്കും അതിന് വേണ്ടി ശ്രമിക്കാൻ പോലും സമയമില്ല. അപ്പോൾ അത്രയും എം എൽ എമാരെ കണ്ടെത്തി അവരെ ശിക്ഷിക്കാനുള്ള നിങ്ങൾക്ക് കിട്ടിയ വിരൽത്തുമ്പിൽ കിട്ടിയ ഒരു വെപ്പണാണ് നിങ്ങളുടെ വോട്ട്. ആ വെപ്പൺ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സർവ്വശക്തം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 2026 പൊതു തിരഞ്ഞെടുപ്പ് നമ്മളുടെ ഈ ബോധവൽക്കരണ സെക്ഷനും കൂടെ കഴിയുമ്പോൾ നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ആയുധം ഉപയോഗിക്കണം. ലോകരാജ്യങ്ങൾ മുഴുവനും അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർവ്വതും പിടിച്ചെടുക്കുകയും സർവനാശം വരുത്താൻ വരുന്ന ജനതയെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധങ്ങളും ഒക്കെ നമ്മളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളുടെ വോട്ടവകാശം ബാബാ സാഹേബ് അംബേദ്കർ അടക്കം നിരവധി നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ നേടിത്തന്ന ചരിത്രപരമായ പോരാട്ടത്തിലൂടെ നേടിത്തന്ന നമ്മുടെ വോട്ടവകാശം പിന്നോക്ക ജനവിഭാഗങ്ങൾ ഉപയോഗിക്കാൻ, അവർക്ക് ശക്തമായി ഉപയോഗിക്കാൻ കിട്ടിയ ആയുധം ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. ഈ 2026 തിരഞ്ഞെടുപ്പ് അതിനുള്ളൊരു വഴിയാണ്. ആ വഴി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെ വിൽക്കാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ വീഡിയോയുടെ തുടർ കഥകളുമായി തുടർ റിപ്പോർട്ടുകളുമായി നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും. ഓക്കെ, താങ്ക് യു എവരിബഡി.